ജർമ്മനിക്കാരനായിട്ടുള്ള ബുഷ്മൻ ഒരു ആഗ്രഹം, ഒരു മോഡിഫിക്കേഷൻ കമ്പനി തുടങ്ങണം. ജർമ്മനിയിലെ നിയമപ്രകാരം സ്വന്തമായി തുടങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ബ്രാക്ക്മാൻ എന്ന് പറയുന്ന തന്റെ സുഹൃത്തുമായി ചേർന്ന് 1977 ബ്രാക്ക്മാന്റെ BRAയും ബുഷ്മന്റെ BUSും ചേർത്ത് ബ്രാബസ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ കമ്പനി ആരംഭിച്ചു എന്ന് 50 വർഷം മുമ്പ്. ഈ കഥ ഇപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം ഈ വാഹനത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ഈ അടുത്ത് റീൽസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ വാഹനത്തെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഒപ്പം എന്താണ് ബ്രാബസ് എന്നും പറയാം. ബ്രാബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡിഫിക്കേഷൻ കമ്പനിയാണ്. അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് എക്സ്റ്റീരിയറും ഇന്റീരിയർ മോഡിഫിക്കേഷനും എഞ്ചിൻ ട്യൂണിങ്ങുമാണ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം കാർബൺ ഫൈബർ എലമെന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഗ്രില്ലിന്റെ ഭാഗത്ത് കാണാം, കുഡിൽ കാണാം, ലിപ്പിൽ കാണാം, അതുപോലെ സൈഡ് ഫെൻഡറിലും നമുക്ക് കാണാം. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രാബസിന് തന്നെ വീലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫെൻഡറിന്റെ ഭാഗത്ത് പുതിയ എലമെന്റും കാണാൻ പറ്റും. ഇനി എക്സോസ്റ്റ് അതും ഒരു ബ്രാബസ് ടിപ്പാക്കി മാറ്റിയിട്ടുണ്ട്. സ്പെയർ വീലിന്റെ കവറിംഗ് ബ്രാബസ് ഇൻസ്പിറേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്പോയിലറും ബ്രാബസിന്റെ ആട്ടോ. ലിപ്പും ഒരു കാർബൺ ഫൈബർ എലമെന്റിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇന്റീരിയർ ആണ്. ഭയങ്കര ക്വാളിറ്റി മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ഗെയിം കൂടിയാട്ടോ. സാധാരണ നമ്മൾ കണ്ടുള്ള G-Wagon എന്റെയും ഡിഫറെന്റ് ആണ്. പല കളർ ടോളും ഇവർ ചെയ്തരും. റൂഫ് വരെ ഇവർ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള MMH ഗ്രൂപ്പിന്റെ ആട്ടോ ഈ ഒരു വാഹനം. ഇതിന് എത്ര ക്യാഷ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ഇതിന് വില എന്നുള്ളതുകൊണ്ട് തന്നെ നിലവിൽ ഇതിന്റെ വില നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും.